ഹലോ എവ്രി വൺ, എല്ലാവർക്കും കുഞ്ഞു വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു ഡബിൾ ഡെക്കർ ബസ്സിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള ഗ്ലാസ്ഗോ സിറ്റിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കൺട്രികളിൽ ഒന്നാണ് കേട്ടോ സ്കോട്ട്ലൻഡ്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെയുള്ള ഓരോ കാഴ്ചകളും. നമ്മളെ അങ്ങനെ യാത്ര ചെയ്തിട്ട് നേരെ നമ്മുടെ പൊള്ളോ കൺട്രി പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഇതുപോലൊരു ആർച്ച്, ആ ആർച്ചിന് മേലെ കൂടെ സ്കോട്ട്രയിൽ പോകും കേട്ടോ. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു റിവറുണ്ട്, വൈറ്റ് കാറ്റ് റിവർ. നമ്മൾ നടന്നു പോകുന്ന പേയ്മെൻറ്റിൻ്റെ അങ്ങോളം, എനിക്ക് തോന്നുന്നു ഒരു പകുതിയോളം ഈ ഒരു പുഴ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അതൊരു അടിപൊളി ഫീലിംഗാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് കയറി ചെല്ലാം. ഞാനും ഹസ്ബൻഡും കൂടെയാണ് പോയത്. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഒരു ബിസി ലൈഫിൽ നിന്ന് ഇത്തിരി ഒന്ന് മാറിയിരിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലേസായിട്ട് ഈ ഒരു പാർക്കിനെ തോന്നി കേട്ടോ. പുഴയിൽ ഇടയ്ക്കിടെ കുറച്ച് താറാവും ഗൂസും ഒക്കെ വരുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു വാക്കായിരുന്നു ഇത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അതേപോലെ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് തോന്നി. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. അതായത് നമ്മുടെ ഹൈലാൻഡ് കൗസിനെ കാണാൻ. അങ്ങനെ നിങ്ങൾക്ക് ദൂരെ നിന്നൊരു വ്യൂ കിട്ടി കേട്ടോ. പക്ഷെ ഒരെണ്ണത്തിന് പോലും അടുത്ത് കിട്ടിയില്ല. പിന്നെ ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ തന്നെ ഒരാൾ നിന്ന് അവിടെ എന്തൊക്കെയോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അടുത്തേക്ക് വന്നു. കുറേ വട്ടം വിളിച്ച് നോക്കി, പക്ഷെ ആൾ വലിയ മൈൻഡൊന്നുമില്ല. പിന്നെ ഏതോ ഒരു ടൂറിസ്റ്റ് ഇച്ചിരി പുല്ലൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നും പറിച്ചു കൊടുത്തെങ്കിലും ആൾക്ക് വലിയ മൈൻഡൊന്നുമില്ല. ആൾ വന്ന വഴി തന്നെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം നിന്ന് നോക്കിയെങ്കിലും ആൾ പിന്നെ തിരിച്ചു വന്നില്ല കേട്ടോ. പിന്നെ നിന്ന് മടുത്തപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഇത് ഏകദേശം 361 ഏക്കർ വിസ്താരമുള്ള ഒരു പാർക്കാണ് കേട്ടോ. 361 എന്ന് പറഞ്ഞാൽ ഒരു 146 ഹെക്ടേഴ്സ്. അത്രയൊന്നും നടന്നു പോകാനുള്ള സ്റ്റാമിന ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഏരിയ മാത്രം കവർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് പോയപ്പോഴത്തേനും അടിപൊളി വ്യൂ. അത് നമ്മൾ ഫസ്റ്റ് കണ്ട ആ റിവർ തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ എന്തായാലും അടിപൊളി വ്യൂ ആയിരുന്നു. വന്ന് കണ്ടപ്പോഴത്തേനും ഒരുപാട് ടൂറിസ്റ്റുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ഇച്ചിരിയും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. ഇതാണ് പൊള്ളോക്ക് ഹൗസ്. ഈ പൊള്ളോക്ക് ഹൗസും അതുപോലെ തന്നെ ഇത്രയും വരുന്ന ഏക്കർ കണക്കിന് സ്ഥലവുമൊക്കെ നമ്മുടെ ഗ്ലാസ്ഗോ സിറ്റി കൗൺസിലിന് ഗിഫ്റ്റ് ചെയ്യപ്പെട്ടതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെഡ്ഡിങ്സും അതുപോലെ തന്നെ ഫിലിമുകളുടെ ഷൂട്ടിങ്ങും നടക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ വന്ന സമയത്ത് ഈ പൊള്ളോക്ക് ഹൗസ് അടച്ചിട്ടിരിക്കുകയാണ്. റെനോവേഷന് വേണ്ടിയിട്ടാണ് അടച്ചിട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു വർഷം മുന്നേ ഒക്കെ ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പബ്ലിക്കിനും എന്ന് കേട്ടിട്ടുണ്ട്. ഈ പൊള്ളോക്ക് ഹൗസിനുള്ളിൽ ഒരുപാട് ആർട്ടും പിന്നെ നമുക്ക് റിഫ്രഷ്മെൻറ്റിനായിട്ട് ഒരുപാട് കുറേ കടകളും അതുപോലെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പം അടച്ചിട്ടിരിക്കുന്ന കാരണം കൊണ്ട് അറിയില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു കല്ല് കൊണ്ടുള്ള തീർത്തൊരു വഴിയായിരുന്നു. അത് നേരെ നമ്മൾ എത്തിക്കുന്നത് ഇതുപോലെ ഒരു ഗാർഡനിലേക്കാണ്. ഈ ഗാർഡൻ എന്ന് പറയുന്നത് ഇപ്പം വിൻ്റർ ആയത് കാരണം കൊണ്ട് തന്നെ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം കാര്യമായിട്ട് ചെടികളൊന്നും ഇല്ലായിരുന്നു. വില്യം ആഡം ആണ് നമ്മുടെ പൊള്ളോക്ക് ഹൗസിൻ്റെ ആർക്കിടെക്റ്റ്. ഇവിടെ ഇപ്പം 3:30 ആയി കഴിഞ്ഞാൽ തന്നെ ഇരുടാവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത് മുഴുവൻ കണ്ടു ഈ ഒരു ദിവസം മതിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കുന്ന വഴിയിൽ നേരത്തെ പോയ വഴിയിലല്ല കേട്ടോ, ഇച്ചിരി മാറിയാണ് ഞങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു വ്യൂ കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ആ പശുവിൻ്റെ ഇടത്തേക്കൊന്ന് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഒരു ചേട്ടൻ നല്ല കുട്ടപ്പനായിട്ട് ഓടിപ്പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പശുവിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങ് ദൂരെ എങ്ങാണ്ടുമായിരുന്നു ഒരെണ്ണം. പിന്നെ ഇച്ചിരിയും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ നിൽക്കുന്ന ഒരെണ്ണം.
ഇവരെ ഒന്നും നമുക്ക് ഫീഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അവിടെയുള്ള പുല്ലൊക്കെ എടുത്ത് കൊടുക്കാം, അല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ അവിടെ തന്നെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ വന്ന ഒരാളെ പോലും നിരാശരാക്കില്ല കേട്ടോ ഇവർ. എല്ലാവരുടെ അടുത്തും വന്നു. കൊടുത്ത് പുല്ലൊന്നും കഴിച്ചില്ലെങ്കിലും എല്ലാവരുടെ അടുത്തും ഒരു മടിയും കൂടാതെ തല കാണിച്ചിട്ട് പോയി കേട്ടോ. ലോകത്തിൽ തന്നെ ഏറ്റവും പഴയ കാറ്റൽ ബ്രീഡാണ് കേട്ടോ ഇവർ. പശുക്കുട്ടന്മാരെയും കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. ഇനി പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ. ബൈ.